കൊല്ലം ചെമ്മാമുക്കിൽ കാറിൽ പോവുകയായിരുന്ന യുവതിയെ തീ കൊളുത്തി കൊന്നു. കാറിൽ സഞ്ചരിക്കുമ്പോൾ തീ കൊളുത്തി കൊന്നത് ഭർത്താവ് പത്മരാജനെന്ന് പോലീസ് പറയുന്നു. കൊട്ടിയം തഴുത്തല സ്വദേശി അനിലയാണ് മരിച്ചത്. പൊള്ളലേറ്റ സോണി എന്ന യുവാവിനെ ചികിത്സയിൽ പ്രവേശിപ്പിച്ചു. വിവരങ്ങളുമായി ഷമീർ അബ്ദുൾ ചേരുകയാണ്. ഷമീർ, ഈ പത്മരാജൻ പോലീസ് കസ്റ്റഡിയിലാണിപ്പോൾ ഉള്ളത്. ഇയാൾ പോലീസിനോട് പറയുന്ന മൊഴികൾ എന്തൊക്കെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഇപ്പോൾ നമുക്ക് പോലീസിൽ നിന്ന് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഈ സോണി എന്ന ഇത്തരത്തിൽ ഈ പൊള്ളലേറ്റ സോണി എന്ന ഹനീഷ് ഇവരുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. അതായത് ഭാര്യ അനിലയുമായി ചില സാമ്പത്തിക ഇടപാടുകൾ ഉണ്ടായിരുന്നു. പത്മരാജന്റെ കയ്യിൽ നിന്നാണ് ഏതാണ്ട് 1.5 ലക്ഷത്തോളം രൂപ ഇത്തരത്തിൽ അനില തുടങ്ങിയ ബേക്കറിയിൽ നിന്ന് ഇയാൾക്ക്, അതായത് ബേക്കറിയുടെ പാർട്ണറായ സോണിക്ക് ഇവർ നൽകിയിരുന്നു. ഇത് മടക്കി ചോദിച്ചിട്ടും തിരികെ നൽകിയിരുന്നില്ല. പിന്നീട് ഇവർ തമ്മിൽ വലിയ രീതിയിൽ സാമ്പത്തികമായ ഇടപാടുകൾ നടന്നിരുന്നു. ഇവർ തമ്മിൽ വലിയ സുഹൃത്തുക്കളായിരുന്നു. ഇവർ തമ്മിൽ വലിയ അടുപ്പത്തിലായിരുന്നു. അത് തനിക്ക് ഇഷ്ടമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് താൻ ഇത്തരത്തിലൊരു കൃത്യം നടത്തിയത്, തന്റെ ഭാര്യയെ കൊലപ്പെടുത്തിയത് എന്ന് തന്നെയാണ് ഇയാൾ ഇപ്പോൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ലക്ഷ്മിപത്മ, ഏതാണ്ട് 8:50-നും 9 മണിക്കും ഇടയ്ക്കായിരുന്നു ഈ സംഭവം കൊല്ലം ചെമ്മാമുക്കിൽ നടക്കുന്നത്. ഒമിനി വാഹനത്തിൽ വന്ന പത്മരാജൻ തന്റെ ഭാര്യ സഞ്ചരിച്ചിരുന്ന ഓൾട്ടോ കാറിനെ ഓവർടേക്ക് ചെയ്ത് ശേഷം ആ വാഹനത്തിനോടൊപ്പം ചേർത്ത് നിർത്തിയ ശേഷം വാഹനത്തിൽ പാത്രത്തിൽ കരുതിയിരുന്ന പെട്രോൾ ഒഴിച്ച് സ്വന്തം ഭാര്യയുടെ ശരീരത്തിലേക്ക് ഒഴിക്കുകയായിരുന്നു. ഇതിനുശേഷം തീ കൊളുത്തിയ ശേഷം ഒമിനി വാഹനത്തിൽ നിന്നും ഇയാൾ ചാടി പുറത്തേക്ക് ഇറങ്ങുകയായിരുന്നു. പിന്നീട് ആ വാഹനത്തിൽ ഉണ്ടായിരുന്ന സോണി എന്ന ഹനീഷ്, ഇയാൾ വേഗത്തിൽ അയാളുടെ ശരീരത്തിലേക്കും തീ പടർന്നു. ഇയാൾ ആ വാഹനത്തിൽ നിന്നും ഓടി രക്ഷപ്പെടുകയും പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. എന്നാൽ അനിലയ്ക്ക് ഈ വാഹനത്തിന്റെ പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. കാരണം മറ്റ് വാഹനം, അതായത് ഈ അടുപ്പിച്ച് നിർത്തിയിരുന്ന ഒമിനി വാഹനത്തിന്റെ ഡോറിൽ തട്ടിയാണ് നിർത്തിയിരുന്നത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് ആ ഡോർ തുറന്ന്, ഓൾട്ടോ കാറിന്റെ ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങാൻ സാധിച്ചില്ല. വാഹനത്തിൽ ഉള്ളിലിരുന്ന് തന്നെ ഇവർ വെന്ത് മരിക്കുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ലഭിക്കുന്ന മറ്റൊരു സൂചന അനുസരിച്ച് പോലീസ് പറയുന്ന ഒരു സൂചന മാത്രമായി ഇയാളുടെ 2ാം വിവാഹമായിരുന്നു അനിലയുമായിട്ട്. പത്മരാജൻ ഏതാണ്ട് 65 വയസ്സ് പ്രായം വരും. അതുപോലെ അനിലയ്ക്ക് ഏതാണ്ട് 45 വയസ്സ് മാത്രം പ്രായം വരും എന്നാണ് പോലീസ് പറയുന്നത്. ഇവരുടെ 2ാം വിവാഹമായിരുന്നു എന്നും ഇപ്പോൾ വിവരം ലഭിക്കുന്നുണ്ട്. എന്തായാലും പത്മരാജനെ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുകയാണ്. പോലീസ് കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുകയാണ്, മൊഴിയെടുക്കുകയാണ്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് 50% പൊള്ളലേറ്റ സോണി എന്ന ഹനീഷ് ഇപ്പോഴും ചികിത്സയിൽ തുടരുകയാണ്. ഇയാളുടെ മൊഴി എടുക്കേണ്ടതുണ്ട്. ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു കൊല നടത്താൻ പത്മരാജൻ തീരുമാനിച്ചത് തുടങ്ങിയ വിവരങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട്. ആ വിവരങ്ങൾ പോലീസ് ശേഖരിക്കുകയാണ്. എന്തായാലും ഉഗ്ര ശബ്ദത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു അപകടം അല്ലെങ്കിൽ ഒരു അഗ്നി ഉണ്ടായത്. അത് വലിയ സ്ഫോടന ശബ്ദത്തോടു കൂടിയാണ് ഉണ്ടായതെന്നും ദൃക്സാക്ഷികൾ പറയുന്നു. നഗരത്തിൽ ആകമാനം ഈ ശബ്ദം കേട്ടു എന്നും പറയുന്നു. വാഹനത്തിനുള്ളിൽ നിന്നും കുപ്പിയിൽ നിറച്ച പെട്രോളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. അത് തിരികൾ നിറച്ച രീതിയിലായിരുന്നു. അതായത് പെട്രോൾ ബോംബും ഈ വാഹനത്തിൽ സൂക്ഷിച്ചിരുന്നു എന്നാണ് പോലീസ് കരുതുന്നത്. എന്തായാലും ഒരു ആസൂത്രിതമായി നടത്തിയ ഒരു കൊലപാതകമാണ് ഇപ്പോൾ ഈ ഒരു തീ വെച്ച് ഈ സ്വന്തം ഭാര്യയെ കൊലപ്പെടുത്തിയത്. ദിവസങ്ങൾ നീണ്ട പ്രയത്നത്തിനൊടുവിലാണ് ഇത്തരത്തിലൊരു കൃത്യം നടത്താൻ ഇയാൾ തീരുമാനിച്ചത്. ഇവരുടെ കുടുംബ വഴക്കുമായി ബന്ധപ്പെട്ട്, അതായത് ഹനീഷുമായുള്ള അടുപ്പം, സോണി എന്ന ഹനീഷുമായുള്ള അടുപ്പവുമായി ബന്ധപ്പെട്ട് നിരവധി തവണ വീട്ടിൽ വഴക്കുണ്ടായി. അവിടുത്തെ പഞ്ചായത്ത് അംഗത്തിനോട് പോലും കഴിഞ്ഞ ദിവസവും ഈ വിവരം പങ്കുവച്ചതായും ഇയാൾ ഇപ്പോൾ പോലീസിനോട് മൊഴിയായി നൽകിയിട്ടുണ്ട്. എന്തായാലും ഇയാളെയും ഇപ്പോൾ മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ ഈ പത്മരാജനെയും പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്കായി കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും ജില്ലാ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും. ലക്ഷ്മി പത്മ. ഷമീർ, പത്മരാജൻ ഒമിനി വാഹനത്തിലാണ് എത്തിയത്. ആ വാഹനവും കത്തുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. ഇയാൾക്ക് പരിക്ക് എന്തെങ്കിലും ഏറ്റിട്ടുണ്ടോ? ഇയാൾ വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങാതെ ഒമിനിക്ക് അകത്തിരുന്ന് തന്നെയാണോ ഈ കൃത്യം നിർവഹിച്ചത്? തീർച്ചയായിട്ടും ലക്ഷ്മിപത്മ, ഈ വാഹനങ്ങൾ ചേർത്ത് നിർത്തിയ ശേഷം ഭർത്താവ് പത്മരാജനാണെന്ന് അനില തിരിച്ചറിഞ്ഞ ശേഷം ഗ്ലാസ് താഴ്ത്തി എന്നാണ് പറയുന്നത്. ഇതിനുശേഷം ഇയാൾ ഈ ഒമിനി വാഹനത്തിനുള്ളിലിരുന്ന ഒരു പാത്രത്തിൽ കരുതിയിരുന്ന പെട്രോൾ ആ ഓൾട്ടോ കാറിനുള്ളിലേക്ക് ഒഴിച്ച് വളരെ വേഗത്തിൽ ലൈറ്റർ ഉപയോഗിച്ച് തീ കൊളുത്തി എന്നാണ്
ഇയാൾ നൽകിയിരിക്കുന്ന മൊഴി. അപ്പോൾ തന്നെ ഭാര്യയുടെ ശരീരത്ത് തീ ആളി പടരുകയാണ്. ഇതിനുശേഷം ഈ തീ വളരെ വേഗത്തിൽ ഈ ഒമ്നിയിലേക്ക് എത്തിയെങ്കിലും ഇയാൾ ഈ വാഹനത്തിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു. ഇതിനുശേഷം പരിസരത്ത് സമീപത്ത് മാറി നിന്ന് ഇയാൾ ഇത് കാണുകയായിരുന്നു. ഈ വാഹനം അഗ്നിക്കിരയാകുന്നത് കണ്ടു നിന്നു എന്നാണ് പോലീസിനോട് പറഞ്ഞത്. പക്ഷേ അനിലെ രക്ഷപ്പെടുത്താൻ വാഹനത്തിലുണ്ടായിരുന്ന അനീഷ് സോണി ശ്രമിച്ചിരുന്നെങ്കിൽ പോലും അയാൾക്കത് സാധിച്ചില്ല. അയാളുടെ ശരീരത്തിലേക്കും തീ പടർന്ന ഒരു സാഹചര്യം ഉണ്ടായി. അങ്ങനെ അയാൾ ആ വാഹനത്തിനുള്ളിൽ നിന്നും ചാടി രക്ഷപ്പെട്ടു. പിന്നീട് നാട്ടുകാർ ചേർന്നാണ് ഇയാളെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഇപ്പോൾ ഈ സോണി ചികിത്സയിലാണ് തുടരുന്നത്. പോലീസും അവിടെ തന്നെ ഉണ്ട്. ഇയാളുടെ ഏതെങ്കിലും തരത്തിൽ മൊഴി എടുക്കാൻ കഴിയുമെങ്കിൽ അത്തരത്തിലൊരു മൊഴി ഈ കേസിൽ നിർണായകമാണ്. ആ മൊഴി സ്വീകരിക്കുക എന്നതാണ് പോലീസിന്റെ ഒരു പ്രാഥമികമായി ഇനി നടത്തേണ്ട ഒരു നടപടിക്രമം. ആ മൊഴി എടുക്കുക എന്നതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത്തരത്തിൽ മൊഴി എടുക്കാൻ വേണ്ടി പോലീസും അവിടെ തുടരുകയാണ്. പത്മരാജനെ കൊല്ലം ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്നും അല്പസമയത്തിനകം തന്നെ കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിച്ച് വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കും. ലക്ഷ്മി പത്മ. കൊല്ലം ചെമ്മാമുക്കിലാണ് കാറിൽ പോവുകയായിരുന്ന സ്ത്രീയെ തീ കൊളുത്തി കൊന്നത്. ഏതാണ്ട് 45 വയസ്സോളം പ്രായമുള്ള അനില എന്ന സ്ത്രീയെയാണ് കൊലപ്പെടുത്തിയത് ഭർത്താവ് പത്മരാജൻ. ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം പിന്തുടർന്നു പോയി. അതിനെ ചേർത്ത് വാഹനം നിർത്തി പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി കൊല്ലുകയായിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ഈ ഭാര്യ അനിലയ്ക്കൊപ്പമുണ്ടായിരുന്ന സോണി എന്നയാളെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അയാൾ പരിക്കുകളോടെ പൊള്ളലോടെ ആശുപത്രിയിലാണിപ്പോൾ ഉള്ളത്. കൂടുതൽ വിവരങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇനിയും ലഭിക്കേണ്ടതുണ്ട്. ഷമീർ അബ്ദുള്ളാണ് കൊല്ലത്ത് നിന്നും വിശദാംശങ്ങൾ നൽകിയത്.